പൗരത്വ ഭേദഗതി ബില്ല് അത് നിയമമായി ഇപ്പോഴതിൻ്റെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് BJPക്ക് അനുകൂലമായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള വർഗീയമായ ഇടപെടൽ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നത്. ഇതിനെതിരായ നിലപാടാണ് ആദ്യം മുതൽ അവസാനം വരെ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാർ അത് നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്നും ഈ പ്രഖ്യാപനം നടത്തിയതാണ്. അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കുന്ന സന്ദർഭത്തിൽ അതിനുശേഷം ഇപ്പോൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞതിന് ശേഷവും അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എന്നാൽ കേരളത്തിലെ UDFും BJPയും ഒരേ സ്വരത്തിലാണ് ഇതിനെ കാണുന്നത്. രണ്ടും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. കോൺഗ്രസും പറയുന്നത് ഇങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല, BJPയും പറയുന്നത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ VD സതീശൻ്റെയും K സുരേന്ദ്രൻ്റെയും ഒരേ സ്വരം ഈ കേരളം മുഴുവൻ കേൾക്കുകയാണ്. ഒരേ തൂവൽ പക്ഷികളായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. മുമ്പും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിയുന്നില്ല. മതനിരപേക്ഷതയുടെ അടിക്കൽ തകർത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഇക്കാര്യം നിയമമായി നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് CPIM വളരെ വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറയാൻ മാത്രമല്ല, നിയമയുദ്ധത്തിന് തയ്യാറായി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടപ്പിലാക്കാതിരിക്കാനാവില്ല എന്ന് ആണയിട്ട് പറയുന്ന പ്രതിപക്ഷ നേതാവിനെയും BJP നേതാവിനെയുമാണ് കേരളത്തിൽ കാണുന്നത്. ഈ സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് അതിശക്തിയായ ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനാവണം എന്നാണ് പാർട്ടി പൊതുവെ കാണുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് വമ്പിച്ച ബഹുജന റാലികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ യോജിക്കാൻ കഴിയുന്ന സമാന ചിന്താഗതിക്കാരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ബഹുജന റാലി കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 10,000 കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നു.